നമസ്കാരം. യു.എസ് മാർക്കറ്റുകളെല്ലാം കഴിഞ്ഞ വെള്ളിയാഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.02%, S&P 500 0.84%, നാസ്ഡാക്ക് 1.71% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. AI റിലേറ്റഡ് സ്റ്റോക്കുകളിലും സെമി കണ്ടക്ടർ റിലേറ്റഡ് സ്റ്റോക്കുകളിലും വന്ന ആ ഒരു പോസിറ്റിവിറ്റിയാണ് നാസ്ഡാക്കിനെ 1.5% മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് സഹായിച്ചത്. മറ്റൊന്ന്, കഴിഞ്ഞ ആഴ്ച തീരുന്ന സമയത്ത് ഈ ഇറാൻ അതുപോലെ US സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖത്തറിന്റെ ഒരു ഷിപ്പ് ഹോർമൂസ് കടലിടുക്ക് പാസ് ചെയ്തു പോയതും ഒക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ഡെവലപ്മെന്റ്സ് മാർക്കറ്റിനെ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിലേക്കാണ് വിട്ടിരിക്കുന്നത്. ഇന്നിപ്പോ എല്ലാ മാർക്കറ്റുകളും ഏതാണ്ട് നെഗറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇറാനും അതുപോലെ തന്നെ US അവർ പരസ്പരം നൽകിയിരിക്കുന്ന പ്രപ്പോസലുകൾ വീണ്ടും നിരസിച്ചതായിട്ടാണ് വാർത്തകൾ കാണുന്നത്. യുദ്ധത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നും അതുപോലെ ലെബനനിലേക്കുള്ള ആക്രമണം നിർത്തണമെന്നും ഹോർമൂസിലുള്ള ഇറാന്റെ കപ്പലുകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യണം, ഇറാനിലേക്കുള്ള കപ്പലുകളെയും പ്രവേശിപ്പിക്കാൻ കഴിയണം, അതുപോലെ സാമ്പത്തിക ഉപരോധം നിർത്തണം, എണ്ണയുടെ ഉപരോധം നിർത്തണം എന്ന തരത്തിലുള്ള ഇറാന്റെ പ്രപ്പോസലുകളെല്ലാം അമേരിക്ക തള്ളിയതായിട്ടാണ് കാണുന്നത്. പ്രധാനമായിട്ടും ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറാത്തതൊക്കെയാണ് ഒരു റീസൺ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു യുദ്ധം തീർന്നിട്ടില്ല എന്ന് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും ഇറാൻ നിർമ്മിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ തടയപ്പെടേണ്ടതുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഏതാണ്ട് 3% കൂടാൻ ഇടയാക്കുകയും ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഗ് ദ്വീപിൽ വലിയ രീതിയിൽ എണ്ണ ചോർച്ച ഉണ്ടായതായിട്ടാണ് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പല മീഡിയാസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 3000 തൊട്ട് 8000 ബാരൽ എണ്ണ ഒരുപക്ഷെ കടലിൽ വ്യാപിച്ചതായിട്ടാണ് പറയുന്നത്. ഇറാന്റെ മിക്ക സംഭരണികളും പ്രൊഡക്ഷൻ മൂലം നിറഞ്ഞിട്ടുണ്ട്. അവർക്ക് പ്രൊഡക്ഷൻ പെട്ടെന്ന് നിർത്തിവെച്ചാൽ വീണ്ടും ആരംഭിക്കാനുള്ള ഒരുപാട് സാങ്കേതികപരമായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ വീണ്ടും നടക്കുന്നുണ്ട്. ഇത് മനഃപൂർവ്വം കടലിലേക്ക് തുറന്നു വിട്ടാണ് അത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വീണ്ടും ഇനി ഒരു പരിസ്ഥിതി പ്രശ്നം കൂടെ ആയി മാറുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. പാകിസ്ഥാൻ വഴി ഇറാൻ നൽകിയ നിർദ്ദേശങ്ങളും ട്രംപ് നിരസിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇത് അൺസർട്ടനിറ്റി നീളുന്നു എന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. അത് തുറന്ന മാർക്കറ്റിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിഫ്റ്റിയേക്കാൾ ഉപരി ബാക്കിയുള്ള ഇൻഡെക്സുകൾ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആണ് നടത്തിയത്. അതുപോലെ നിഫ്റ്റി നെക്സ്റ്റ് 50യും മിഡ് ക്യാപ് നിഫ്റ്റിയും മൈക്രോ ക്യാപ് നിഫ്റ്റിയും ഒക്കെ ഏതാണ്ട് ഓൾ ടൈം ഹൈ ലെവലിലാണ് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പ് മാത്രമാണ് ഓൾ ടൈം ഹൈയിലായിട്ട് 3.5% താഴെ ട്രേഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത് മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ട് വന്നാൽ ഇത് ക്രോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. നിഫ്റ്റി മാത്രം ഏകദേശം 8% താഴെയാണ്. ഇവിടെ ഉദ്ദേശിച്ചത് നിഫ്റ്റിയെക്കാട്ടിലും ബാക്കിയുള്ള ഇൻഡെക്സുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയാനാണ്. ഇനി ഇന്ത്യയുടെ GDP വീണ്ടും ഇടിയും എന്നാണ് ADB നിർദ്ദേശം നൽകുന്നത്. മറ്റൊന്ന്, ചൈന പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് തമ്മിലുള്ള ചർച്ചയാണ്. പല രീതിയിലുള്ള ഡീൽ ആണ് ലോകം പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് പല പ്രോഡക്റ്റുകളും ബോയിങ് വിമാനങ്ങളും ഉൾപ്പെടെ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാനും ചൈനയുടെ ചിപ്പ് അമേരിക്കയ്ക്ക് നൽകാനുള്ള തരത്തിലുള്ള ധാരണകളെല്ലാം പറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും തായ്വാൻ ഇഷ്യൂയും അതുപോലെ ഇറാന്റെ ഇഷ്യൂ ഒക്കെ വന്നേക്കാം. UK-യും ഫ്രാൻസും ഹോർമൂസ് കടലിടുക്കിലേക്ക് അവരുടെ വാർഷിപ്പിനെ അയക്കുന്നുണ്ട്. ഇന്നിനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ചൈനയുടെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് വരും. ഏപ്രിലെ ഹോം സെയിൽസ് ഡേറ്റ US